കല്യാണപ്പന്തൽ അഴിച്ചുമാറ്റുന്ന ഒച്ചകൾ നിലച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചയായി ആ വീടിനെ ആഘോഷലഹരിയിലാഴ്ത്തിയ ആരവങ്ങൾ പെട്ടെന്ന് മാഞ്ഞുപോയപ്പോൾ ബാക്കിയായത് കനത്തൊരു നിശബ്ദത മാത്രം. മുറ്റത്ത് പന്തൽ നിന്നിരുന്നിടത്ത് കുഴികൾ മാത്രം ബാക്കി. ഉണങ്ങിയ വാഴയിലകളും കടലാസു തുണ്ടുകളും കാറ്റിൽ പറക്കുന്നു. വീടിന്റെ മുകൾ നിലയിലെ ആ മുറിയിൽ ഉണ്ണി തനിച്ചിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ മുറി. ഒരാഴ്ച മുൻപ് വരെ അവളുടെ ചിരിയും കൂട്ടുകാരികളുടെ ബഹളവും കുപ്പിവളകളുടെ കിരുക്കവും നിറഞ്ഞുനിന്ന മുറി. ഇപ്പോൾ അവിടെ വല്ലാത്തൊരു ശൂന്യതയാണ്. കട്ടിലിൽ അവൾ ഉപേക്ഷിച്ചുപോയ പഴയൊരു പുസ്തകവും മേശപ്പുറത്ത് മഷി തീരാറായ പേനയും മാത്രം. അവന്റെ നെഞ്ചിൽ എന്തോ ഒന്ന് ഭാരമായി അമരുന്നതുപോലെ. താഴെ അമ്മ പാത്രങ്ങൾ കഴുകിവെക്കുന്ന ഒച്ച മാത്രം കേൾക്കാം. ഈ വീട് ഇത്രമേൽ വലുതാണെന്നും അതിൽ താൻ ഇത്രമേൽ ഒറ്റപ്പെട്ടവനാണെന്നും ഉണ്ണിക്ക് ആദ്യമായി തോന്നി. നിശബ്ദത അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ചയും എണ്ണയിൽ കടുക് പൊട്ടുന്ന മണവും ഉണ്ണിയുടെ ഉറക്കത്തിലേക്ക് നുഴഞ്ഞു കയറി. ഉണ്ണി, എണീക്കുന്നില്ലേ? സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ? ഇന്ന് ചേച്ചിയും അളിയനും വരുന്ന ദിവസമാണ്, മറഞ്ഞോ? അമ്മയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ആ ശബ്ദത്തിൽ നിറഞ്ഞുനിന്ന ക്ഷീണവും സങ്കടവും മാറി അവിടെ വലിയൊരാവേശം തിരിച്ചെത്തിയിരിക്കുന്നു. ഉണ്ണി പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ മാവിലകളിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ഈ വീടിനെ മൂടിയിരുന്ന മടുപ്പിന്റെ മൂടൽ മഞ്ഞ് എങ്ങോട്ടോ മാഞ്ഞുപോയിരിക്കുന്നു. അവൻ വേഗം പല്ലു തേച്ച് താഴേക്കിറങ്ങി. വീടാകെ ഉണർന്നിരിക്കുന്നു. അച്ഛൻ ഉമ്മരത്തുനിന്ന് മുറ്റത്തേക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. സാധാരണ പത്രം വായിച്ച് ചായ കുടിക്കുന്ന സമയമാണ്. പക്ഷെ ഇന്ന് അച്ഛനൊരു യുദ്ധത്തിനൊരുങ്ങുന്ന പോരാളിയെപ്പോലെയാണ്. കയ്യിൽ നീണ്ടൊരു ലിസ്റ്റുണ്ട്. ഉണ്ണി, നീ വേഗം ആ മുറ്റമൊന്ന് അടിച്ചുവാരിക്കേ. ഇരകളൊന്നും കിടക്കരുത്. പിന്നെ ആ ഗേറ്റ് നന്നായിട്ടൊന്ന് തുടയ്ക്കണം. പൊടി പിടിച്ച് കിടക്കുവാ. അച്ഛൻ തിടുക്കം കൂട്ടി. ഞാൻ രാമേട്ടന്റെ കളിയിലേക്ക് പോവാ. കരിമീൻ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അളിയനെ ഇഷ്ടപ്പെട്ടതാണെന്ന് ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പണ്ട് ഞായറാഴ്ചകളിൽ മാത്രം കണ്ടിരുന്ന അച്ഛന്റെ ആ വെപ്രാളം ഉണ്ണി കൗതുകത്തോടെ നോക്കി നിന്നു. അച്ഛൻ പഴയ സൈക്കിളും എടുത്ത് ടൗണിലേക്ക് പാഞ്ഞു. ഉണ്ണി ചൂലുമായി മുറ്റത്തിറങ്ങി. ഓരോ ഉണങ്ങിയ ഇലയും പെറുക്കി മാറ്റുമ്പോൾ അവന് തോന്നി താൻ വെറും മുറ്റം വൃത്തിയാക്കുകയല്ല, ചേച്ചിക്ക് വരാനുള്ള രാജപാത ഒരുക്കുകയാണെന്ന്. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് അമ്മയുടെ അടുത്ത ഓർഡർ വന്നത്. ഉണ്ണി, ആ വാടക സ്റ്റോറിൽ നിന്ന് 2 കസേര കൂടെ കൊണ്ടുവരണം. ഉള്ള കസേരകൾ തികയില്ല. അളിയന്റെ കൂടെ ആരെങ്കിലും വന്നാലോ? അവർക്ക് ഇരിക്കാൻ സ്ഥലം തികയാതെ വന്നാൽ നാണക്കേടല്ലേ? ഉണ്ണി സൈക്കിളും എടുത്ത് ടൗണിലേക്ക് വിട്ടു. വെയിൽ പരന്നു തുടങ്ങിയിരുന്നു. വാടക സ്റ്റോറിലെ ചേത്തനോട് പറഞ്ഞ് നല്ല 2 പ്ലാസ്റ്റിക് കസേരകൾ അവൻ തന്നെ തിരഞ്ഞെടുത്തു. പെയിന്റ് പോകാത്ത, പൊട്ടലില്ലാത്ത കസേരകൾ. കസേരകൾ തലച്ചുമടായി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഉച്ചവെയിൽ ഉണ്ണിയുടെ നെറുകയിൽ തളിക്കുന്നുണ്ടായിരുന്നു. വിയർപ്പ് നെറ്റിയിലൂടെ ഒഴുകി കണ്ണിൽ നീറ്റലുമുണ്ടാക്കി. കഴുത്തുവേദന വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭാരം അവനൊരു സുഖമായിരുന്നു. എന്റെ ചേച്ചി വരുവാ. അവൾക്കിരിക്കാൻ കസേര തികയാതെ വരരുത്. അവന്റെ മനസ്സ് മന്ത്രിച്ചു. വീട്ടിലെത്തി കസേരകൾ ഉമ്മരത്ത് നിരത്തിയിട്ടു. ഫാനുകൾ തുടച്ചു. ടീപ്പോയ് വിരിച്ചു. ഓരോ വട്ടം പണി കഴിയുമ്പോഴും അവൻ ഗേറ്റിലേക്ക് നോക്കും. ഒരു വിരുന്നുവരവ് വീടിനെ ഇത്രമാത്രം മാറ്റുമെന്ന് ഉണ്ണി അറിഞ്ഞിരുന്നില്ല. ഇന്നലെ വരെ ചേച്ചിയില്ലാത്തതിന്റെ ശൂന്യതയായിരുന്നുവെങ്കിൽ ഇന്ന് അവൾ വരുന്നു എന്ന പ്രതീക്ഷയുടെ നിറവാണെങ്ങും. ആ വീട് വീണ്ടും ശ്വാസം വിട്ടു തുടങ്ങിയതുപോലെ. താഴത്തെ തിരക്കുകൾക്കിടയിൽ നിന്ന് അല്പം ആശ്വാസം തേടിയാണ് ഉണ്ണി വീണ്ടും മുകളിലെ മുറിയിലെത്തിയത്. ചേച്ചിയുടെ മുറി ഇപ്പോൾ ഒരു ഓർമ്മ പുസ്തകം പോലെയാണ്. തുറന്നിട്ട ജനലിലൂടെ വരുന്ന കാറ്റിന് പോലും പഴയൊരു ഗന്ധമുണ്ട്. അവൻ അലമാരയിൽ നിന്ന് ചേച്ചിക്ക് വിരിക്കാനായി പഴയൊരു ബെഡ്ഷീറ്റ് എടുത്തു. നീലയിൽ വെളുത്ത പൂക്കളുള്ള വിരിപ്പ്. പണ്ടിതിന്റെ പേരിൽ അവരെത്ര തല്ലുകൂടിയിരിക്കുന്നു. ഇതെന്റേതാ, നിനക്ക് വേറെ വിരിച്ചൂടെ എന്ന് ചോദിച്ച് ചേച്ചി വഴക്കിടുമ്പോൾ വാശിയോടെ അതിൽ തന്നെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയ കുട്ടിക്കാലം. ചുളിവുകൾ നിവർത്തി വിരിക്കുമ്പോൾ അവന്റെ വിരൽത്തുമ്പുകളിൽ ആ പഴയ തണുപ്പ് പടരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ജനലാഴികളിൽ ഉടക്കി. മഴക്കാലത്ത് ആ ജനലഴികൾക്കിടയിലൂടെ കൈനീട്ടി മഴവെള്ളം പിടിക്കാൻ അവർ മത്സരിക്കുമായിരുന്നു. ആരുടെ കയ്യിലാണ് കൂടുതൽ വെള്ളം നിറയുന്നതെന്ന് നോക്കാൻ. ജയിക്കുമ്പോൾ ചേച്ചി കൊലുസുകുലുക്കി ചിരിക്കും. തോൽക്കുമ്പോൾ താൻ മുഖം വീർപ്പിച്ചിരിക്കും. അപ്പോൾ അവൾ മഴ നനഞ്ഞ കൈകൊണ്ട് തന്റെ കവിളിൽ മെല്ലെ തട്ടും. ഉച്ചുറക്കത്തിന്റെ ആലസ്യത്തിൽ ചേച്ചിയുടെ മടിയിൽ തലവെച്ചു കിടന്ന വൈകുന്നേരങ്ങൾ. മുല്ലപ്പൂവിന്റെയും എണ്ണയുടെയും മണമുള്ള അവളുടെ വിരലുകൾ തന്റെ മുടിയിഴകൾക്കിടയിലൂടെ പേൻതെരയുന്നത് ഒരു സുഖമുള്ള അനുഭൂതിയായിരുന്നു. അയ്യേ, ആൺപിള്ളേരുടെ തലയിൽ പേനോ എന്ന് ചോദിച്ചവൾ കളിയാക്കും. അത് നിന്റെ തലയിൽ നിന്ന് ചാടിയതാ എന്ന് താൻ തിരിച്ചടിക്കും. ഉറക്കം വരുമ്പോൾ അവൾ മെല്ലെ എന്തെങ്കിലും പാട്ടുമോളും.
ആ പാട്ടുകൾക്ക് അമ്മയുടെ താരാട്ടിനേക്കാൾ മധുരമുണ്ടായിരുന്നു. അമ്മ വഴക്കു പറയുമ്പോൾ എനിക്ക് എന്നും രക്ഷക ചേച്ചിയായിരുന്നു. ഒരിക്കൽ അച്ഛൻ്റെ റേഡിയോ കേടുവരുത്തിയപ്പോൾ പേടിച്ചു വിറച്ചു നിൽക്കുന്ന തന്നെ ചേർത്തുപിടിച്ച് അവൾ പറഞ്ഞു, "അത് ഞാൻ ചെയ്തതാ അച്ഛാ." അച്ഛൻ്റെ അടി കിട്ടുമ്പോഴും അവൾ തന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ആ സംരക്ഷണത്തിൻ്റെ ചിറകുകൾക്കിടയിൽ നിന്നാണ് താൻ വളർന്നത്. മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിലിരുന്ന മുത്തശ്ശൻ പണ്ടു പറഞ്ഞ വാക്കുകൾ ഉണ്ണിയുടെ ഓർമ്മയിൽ ഒരു തിരമാല പോലെ അലയുന്നുണ്ടായിരുന്നു. "ഉണ്ണി, നോക്കിക്കോ, പെൺകുട്ടികൾ മുറ്റത്തെ മുല്ലപ്പൂ പോലെയാ. വിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഭംഗിയും മണവും ആസ്വദിക്കും. പക്ഷെ ഒരു കാറ്റ് വന്നാൽ അത് കൊഴിഞ്ഞുപോകും. പിന്നെ ആ മണം മാത്രമേ ഓർമ്മയിലുണ്ടാവൂ. മനുഷ്യർ വലുതാകുമ്പോൾ ചിലപ്പോഴൊക്കെ ചെറുതാവണം, വിട്ടുകൊടുക്കാൻ പഠിക്കണം. എങ്കിലേ സ്നേഹം നിലനിൽക്കൂ." അന്ന് മുത്തശ്ശൻ്റെ വായിൽ നിന്ന് വീണ വെറും വാക്കുകളായിരുന്നു അത്. ഇന്നത് ജീവിതത്തിൻ്റെ വലിയൊരു സത്യമായി അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. ജനൽപ്പാളികൾ മലർക്കെ തുറന്നിട്ടപ്പോൾ ഉണ്ണിയുടെ ഉള്ളിൽ ഒരു നോവ് പടർന്നു. ആ പഴയ കൂട്ടുകാരി, തൻ്റെ രണ്ടാമമ്മ, ഇനി തിരിച്ചു വരുന്നത് ഈ വീട്ടിലെ വെറും ഒരു അതിഥിയായിട്ടാണല്ലോ. ഈ മുറി, ഈ ജനൽ, ആ നീലവിരിപ്പ് എല്ലാം അവളുടേതാണ്. പക്ഷെ ഒന്നു മാത്രം അവളുടേതല്ലായിരിക്കുന്നു: വീട്ടുകാരി എന്ന പദവി. അവരുടെ അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും മേലെ വിരുന്ന് എന്ന ഒറ്റ വാക്ക് കനത്ത മതിർ കെട്ടിയിരിക്കുന്നു. ഉച്ചവെയിൽ മങ്ങിത്തുടങ്ങിയിരുന്നു. സമയം നീങ്ങുന്നതനുസരിച്ച് വീട്ടിലെ ആകാംക്ഷ മുറുകിത്തുടങ്ങി. ഉണ്ണി ഓരോ 5 മിനിറ്റിലും ഉമ്മരത്തേക്ക് ഓടിവന്ന് റോട്ടിലേക്ക് എത്തിമാക്കും. ഒടുവിൽ ദൂരെ നിന്നൊരു കാറിൻ്റെ ഹോൺ മുഴക്കം കേട്ടു. ആ ശബ്ദം ആ വീട്ടിൻ്റെ ഹൃദയമിടിപ്പ് പോലെയായിരുന്നു. "അവര് വന്നു, അവര് വന്നു!" ഉണ്ണി വിളിച്ചു പറഞ്ഞു. അച്ഛനും അമ്മയും തിടുക്കത്തിൽ ഉമ്മരത്തേക്ക് ഓടി. അടുക്കളയിൽ നിന്ന് കൈകൾ സാഴിത്തുമ്പിൽ തുടച്ചുകൊണ്ടുവരുന്ന അമ്മയെ കാണുമ്പോൾ ആ മുഖത്ത് 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ഒരു പ്രകാശം ഉണ്ണി കണ്ടു. വെളുത്ത് കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി. പൊടിപടലങ്ങൾക്കിടയിലൂടെ അത് വന്ന് നിന്നപ്പോൾ ഉണ്ണിയുടെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അളിയനിറങ്ങി. നല്ല ഭംഗിയുള്ള ഷർട്ടും മുണ്ടും, ചുണ്ടിലെപ്പോഴും മായാത്ത ആ പുഞ്ചിരിയും. പിന്നാലെ പാസഞ്ചർ സീറ്റിന്റെ വാതിൽ തുറന്നു. ഉണ്ണി ജനൽപ്പാളികൾക്കിടയിലൂടെ ശ്വാസം അടക്കി പിടിച്ചു നോക്കി. ചേച്ചി. പക്ഷേ അത് തന്റെ പഴയ ചേച്ചി തന്നെയാണോ? മെറൂൺ നിലത്തിലുള്ള പട്ടുസാരി, കഴുത്തിൽ താലിമാലയും തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളും, നെറ്റിയിൽ വലിയ ചുവന്ന സിന്ദൂരപ്പൊട്ടും, കൈകളിൽ നിറയെ കുപ്പിവളകൾക്ക് പകരം സ്വർണ്ണവളകളും. ഒരാഴ്ച കൊണ്ടവൾ വല്ലാതെ മാറിയിരിക്കുന്നു. അല്പം തടിവെച്ചിട്ടുണ്ട്. മുഖത്ത് പഴയ കുസൃതിയുടെ ലാഞ്ചനയില്ല. പകരം വല്ലാത്തൊരു ഗൗരവവും പക്വതയും വന്നിരിക്കുന്നു. അമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ആ കണ്ണിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകാൻ തുടങ്ങി. "എന്താ മോളെ ഇത്ര വൈകിയത്? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു." അമ്മയുടെ ശബ്ദമിടറി. അച്ഛൻ നിറഞ്ഞ ചിരിയോടെ അളിയന്റെ തോളിൽ തട്ടി കുശലം ചോദിക്കുന്നു. ഉണ്ണിക്ക് പെട്ടെന്നൊരു അപരിചിതത്വം തോന്നി. ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിക്കാനും "എന്താ ചേച്ചി വൈകിയത്?" എന്ന് ചോദിക്കാനും അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു അദൃശ്യമായ മതിൽ അവർക്കിടയിൽ വളർന്നതുപോലെ തോന്നി. അളിയൻ നിൽക്കുന്നു, ബന്ധുക്കൾ നോക്കുന്നു. ചേച്ചി ആകെ മാറിയിരിക്കുന്നു. തന്റെ പഴയ കൂട്ടുകാരി പെട്ടെന്നൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു. ചേച്ചി ഉമ്മരത്തേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണെന്ന് ഉണ്ണിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആ നോട്ടത്തെ നേരിടാൻ അവന് ധൈര്യം വന്നില്ല. അവളിപ്പോൾ ഈ വീട്ടിലെ മകളല്ല, മറ്റൊരു വീട്ടിലെ മരുമകളാണ്. ഈ ചിന്ത അവനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ മെല്ലെ, ആരും കാണാതെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് വലിഞ്ഞുപോയി. വീട് ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു. തൊട്ടടുത്ത വീടുകളിൽ നിന്നും അകന്ന ബന്ധുക്കളിൽ നിന്ന് എല്ലാവരും പുതുപെണ്ണിനെയും ചെക്കനെയും കാണാൻ എത്തിയിരിക്കുന്നു. ഉമ്മരത്ത് ചിരിയും വർത്തമാനവും ഉയർന്നു പൊങ്ങി. ചായ ഗ്ലാസുകൾ കൂട്ടിമുട്ടുന്ന ഒച്ചയും മുറുക്കാൻ തുവച്ച വായികളുടെ കുശലാന്വേഷണങ്ങളും കൊണ്ട് വീടൊരു ഉത്സവ പറമ്പ് പോലെയായി. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലും ഉണ്ണിക്ക് വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെട്ടു. എല്ലാവരും തിരക്കുന്നത് ചേച്ചിയെയാണ്. ചേച്ചിയും അവരോട് ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നു. താൻ ആർക്കും വേണ്ടാത്തവനായോ? അവൻ പതുക്കെ ജനക്കൂട്ടത്തിൽ നിന്ന് വഴുതിമാറി. കോണിപ്പടിക്കടിയിലെ ഇരുണ്ട മൂലയിലേക്ക് അവൻ ഒതുങ്ങി. കുട്ടിക്കാലത്ത് അമ്മ വഴക്കു പറയുമ്പോഴും ചേച്ചിയോട് പിണങ്ങുമ്പോഴും അവൻ അഭയം തേടാറുള്ള അതേ ഒഴിച്ചിടം. അവിടെ ഇരിക്കുമ്പോൾ മുകളിലെ ബഹളങ്ങൾ അവ്യക്തമായി കേൾക്കാം. പെട്ടെന്ന് പരിചിതമായ ഒരു ഗന്ധം അവനെ തേടിയെത്തി. മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിന്റെയും നേർത്ത ഗന്ധം. അതടുത്തേക്ക് വരുന്നു. "എടാ കള്ള, നീ ഇവിടെ ഒളിച്ചിരിക്കുവാണോ?" ഉണ്ണി ഞെട്ടി തലയുയർത്തി നോക്കി. ചേച്ചി. ബന്ധുക്കളുടെ തിരക്കിൽ നിന്നും അവൾ എങ്ങനെയോ അവനെ കണ്ടെത്തിയിരിക്കുന്നു. പട്ടുസാരിയുടെ ഞൊറികൾ പിടിച്ചുകൊണ്ട് അവൾ കുനിഞ്ഞ് അവനെ നോക്കി. ആ മുഖത്തിപ്പോൾ ആ ഗൗരവമില്ല. പകരം പണ്ട് ഒളിച്ചു കളിക്കുമ്പോൾ തന്നെ കണ്ടുപിടിച്ച അതേ കുസൃതിച്ചിരി. "എന്താടാ നീ മിണ്ടാത്തത്? എന്നോട് പിണക്കമാണോ? വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ തിരക്കുക." അവളുടെ ശബ്ദത്തിലെ ഇടർച്ച ഉണ്ണിയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടിച്ചു. അവൻ എഴുന്നേറ്റു. പക്ഷേ മുഖമുയർത്തി നോക്കാൻ കഴിഞ്ഞില്ല. "നീ മാറിയോടാ? നിന്റെ ചേച്ചി പോയപ്പോൾ നീ വലുതായോ?"
അവൾ അവന്റെ താടിയിൽ പിടിച്ചുയർത്തി. ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചേച്ചി ഇനി വരില്ലെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചിക്ക് പുതിയ വീടും ആളുകളുമൊക്കെ ആയല്ലോ. അവന്റെ ശബ്ദം വിറച്ചു. ചേച്ചി അവനെ വാരിപ്പുണർന്നു. പട്ടുസാരിയുടെ മിനുസത്തിനും സ്വർണമാലകളുടെ തണുപ്പിനുമപ്പുറം ആ പഴയ ചേച്ചിയുടെ ചൂട് അവൻ അറിഞ്ഞു. പൊട്ട, എനിക്കെത്ര വീടുണ്ടെങ്കിലും എന്റെ ഉണ്ണിക്കുട്ടൻ കഴിഞ്ഞേയുള്ളൂ ബാക്കിയെല്ലാം. അവൾ ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി. എന്നിട്ട് സാരിയുടെ തുമ്പ് മെല്ലെ അഴിച്ചു. അതിൽ ഭദ്രമായി പൊതിഞ്ഞുവച്ച ഒരു വലിയ ഡയറി മിൽക്ക് സിൽക്ക് ചോക്ലേറ്റ് അവന് നീട്ടി. ഇത് അളിയൻ എനിക്ക് തന്നതാ. ഞാൻ കഴിക്കാതെ നിനക്ക് തരാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചതാ. നിനക്കിഷ്ടമല്ലേ? ആ ചോക്ലേറ്റ് കയ്യിൽ വാങ്ങുമ്പോൾ ഉണ്ണിയുടെ കൈകൾ വിറച്ചു. ഇത് വെറുമൊരു മിഠായിയല്ല. എത്ര വലിയ തിരക്കിനിടയിലും എത്ര വലിയ മാറ്റങ്ങൾക്കിടയിലും ചേച്ചി തന്നെ മറന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ്. അവരുടെ സ്നേഹത്തിന് അതിരുകളില്ല എന്ന സത്യം ആ ചോക്ലേറ്റിന്റെ മധുരത്തേക്കാൾ ആഴത്തിൽ അവന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ കണ്ണീരിനിടയിലൂടെ ചിരിച്ചു. ചേച്ചിയും ചിരിച്ചു. ആ ഇരുണ്ട മൂലയിൽ അവർ വീണ്ടും പഴയ കുട്ടികളായി മാറി. ഉച്ചഭക്ഷണം വിളമ്പാനുള്ള തിരക്കിലായിരുന്നു അമ്മയും അച്ഛനും. ഡൈനിങ് ടേബിളിൽ പുതിയ വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. നിരനിരയായി വച്ച സ്റ്റീൽ പാത്രങ്ങളിൽ പലവിധ കറികൾ. കരിമീൻ പൊള്ളിച്ചത്, ഇറച്ചി ഉലർത്തിയത്, അവിയൽ, തോരൻ. ഈ വീട്ടിൽ ഇത്രയധികം വിഭവങ്ങൾ ഒന്നിച്ചുണ്ടാക്കുന്നത് അപൂർവമാണ്. പണ്ട് ഉച്ചഭക്ഷണം ഒരു യുദ്ധമായിരുന്നു. സ്കൂൾ വിട്ടുവന്നാൽ ചേച്ചിയും ഉണ്ണിയും കൂടി ഭക്ഷണത്തിന് മുന്നിലിരുന്നാൽ ബഹളമാണ്. അമ്മേ, അവനെനിക്ക് മീൻ തന്നില്ല, അവളെന്റെ പപ്പടമെടുത്തു. അടിപിടിയും ചിരിയും, ഒടുവിൽ ഒരേ പാത്രത്തിൽ നിന്ന് വാരി തിന്നുന്ന സ്നേഹവും നിറഞ്ഞ ഉച്ചകൾ. പക്ഷെ ഇന്ന് അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. മോളെ, അളിയനെ വിളിക്ക്, ചോറുണ്ണാം, അച്ഛൻ ബഹുമാനത്തോടെ പറഞ്ഞു. അളിയനും ചേച്ചിയും വന്നിരുന്നു. അവർക്ക് രണ്ടുപേർക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ. അച്ഛനും അമ്മയും വിളമ്പുകാരായി മാറി. ഉണ്ണി ഒരു മൂലയിൽ കസേരയുടെ അരികിൽ മാറി നിന്നു. അവന് ഇരിക്കാൻ മടി തോന്നി. ഈ ഔദ്യോഗികമായ ചടങ്ങിൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് അവൻ സംശയിച്ചു. അമ്മ കരിമീൻ പൊള്ളിച്ചത് കൊണ്ടുവന്നു. വാഴയിലയിൽ പൊതിഞ്ഞ ആ മീനിന്റെ മണം മുറിയിലാകെ പരന്നു. അമ്മ അത് പതുക്കെ തുറന്നു. ആവി പറക്കുന്ന വലിയൊരു കരിമീൻ. അമ്മ അത് നേരെ ചേച്ചിയുടെ പാത്രത്തിലേക്ക് വച്ചു. കഴിക്കുമോളെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ? രാമേടിന്റെ കടയിൽ അച്ഛൻ പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചതാ. അമ്മയുടെ ശബ്ദത്തിൽ സ്നേഹത്തേക്കാൾ ഉപരി ഒരു സൽക്കാരത്തിന്റെ ധ്വനിയുണ്ടായിരുന്നു. ഉണ്ണി ആ മീനിലേക്ക് നോക്കി. പണ്ട് ഈ മീനിന്റെ തലയ്ക്കു വേണ്ടി അവരെത്ര തല്ലുകൂടിയിട്ടുണ്ട്. കരിമീന്റെ തല എനിക്കു വേണം എന്നു പറഞ്ഞു വാശി പിടിക്കുന്ന ചേച്ചി. അല്ല, എനിക്കു വേണം എന്നു പറഞ്ഞ് കരയുന്ന ഉണ്ണി. ഒടുവിൽ അമ്മ അത് രണ്ടായി പകുത്തു നൽകും. പക്ഷെ ഇന്ന് ഉണ്ണി ഒന്നും മിണ്ടിയില്ല. അവൻ വെറുമൊരു കാഴ്ചക്കാരനായി നിന്നു. ചേച്ചി ആ മീനിലേക്ക് നോക്കി, പിന്നെ ഉണ്ണിയെയും. അവരുടെ മുഖത്ത് ഒരു നിമിഷം പഴയ ആ കുസൃതി മിന്നിമായഞ്ഞു. അവൾ ആ മീൻ കഷ്ണം തൊട്ടില്ല. പകരം തന്റെ പാത്രം ഉണ്ണിയുടെ നേർക്ക് നീക്കിവെച്ചു. എനിക്ക് വേണ്ട അമ്മേ, ഇത് ഉണ്ണി കഴിക്കട്ടെ. അവന് കൊതിയല്ലേ? അയ്യോ, അത് അളിയനും നിനക്കുമുള്ളതാ, ഉണ്ണിക്ക് വേറെയുണ്ട്, അമ്മ തിടുക്കത്തിൽ പറഞ്ഞു. അതൊന്നും സാരമില്ല, അളിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ണി വന്നിരിക്കെ. ചേച്ചി എഴുന്നേറ്റ് ഉണ്ണിയുടെ കൈപിടിച്ച് തന്റെ അടുത്ത കസേരയിലിരുത്തി. എന്നിട്ട് ആ വലിയ മീൻ കഷ്ണം അവന്റെ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തു. കഴിക്കിച്ചക്ക, നോക്കി നിൽക്കാതെ. ഉണ്ണിക്ക് പക്ഷേ അത് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. മീനിന്റെ രുചിക്ക് പകരം ഉപ്പു കലർന്ന കണ്ണീരിന്റെ രുചിയായിരുന്നു അവന്റെ വായിൽ. എല്ലാവരും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ ഉണ്ണിയുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. ഇത് ചേച്ചിയുടെ വീടാണ്. അവൾക്കിഷ്ടമുള്ളത് ആരുടെയും അനുവാദമില്ലാതെ എടുത്തു കഴിക്കേണ്ട വീട്, വാശി പിടിച്ചു വാങ്ങിക്കേണ്ട വീട്. പക്ഷെ ഇന്ന് വീട്ടുകാർ അവളെ സൽക്കരിക്കുന്നു. അവൾക്ക് നല്ലത് മാത്രം നൽകാൻ ശ്രദ്ധിക്കുന്നു, തെറ്റുവരാതിരിക്കാൻ സൂക്ഷിക്കുന്നു. സ്വന്തം വീട്ടിൽ സ്വന്തം തീന്മേശയിൽ അവളൊരു വിരുന്നുകാരിയായി മാറിയിരിക്കുന്നു. അവളുടെ അധികാരം സ്നേഹപൂർവ്വം കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. ആ സത്യം തൊണ്ടയിൽ കുടുങ്ങിയ മീൻ മുല്ലുപോലെ ഉണ്ണിയെ വേദനിപ്പിച്ചു. അവൻ തല കുനിച്ച് ചോറുണ്ടു. ഓരോ ഉരുളമിറക്കാനും അവൻ പാടുപെട്ടു. പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങി. മുറ്റത്തെ മാവിന്റെ നിഴലുകൾക്ക് നീളം വെച്ചു. ഉമ്മറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അളിയൻ പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കി. എന്നാൽ ഇറങ്ങിയാലോ? ഇരുണ്ടുന്നതിനു മുൻപ് അവിടെ എത്തണ്ടേ? ആ ചോദ്യം ഒരു അപായ സൈറൻ പോലെയാണ് ഉണ്ണിയുടെ കാതിൽ മുഴങ്ങിയത്. ഇത്ര പെട്ടെന്നോ? സമയം ചിറകു വിരിച്ചു പറന്നുപോയതറിഞ്ഞില്ല. അമ്മ പെട്ടെന്ന് അടുക്കളയിലേക്കോടി. അവിടെ പൊതിഞ്ഞുവെച്ചിരുന്ന പലഹാരപ്പൊടികൾ വാരിയെടുത്തു. മോളെ, ഇത് അച്ചപ്പമാ, ഇത് മുറുക്ക്, പിന്നെ ആ കവറിൽ നാടൻ പഴമാണ്, അവിടത്തെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. അമ്മയുടെ വെപ്രാളം കണ്ടാൽ മകൾ പട്ടിണി കിടക്കുന്ന ദേശത്തേക്കാണ് പോകുന്നതെന്ന് തോന്നും. സ്നേഹം പ്രകടിപ്പിക്കാൻ അമ്മയ്ക്കറിയാവുന്ന ഒരേയൊരു ഭാഷ ഭക്ഷണം നൽകുക എന്നതാണ്. അച്ഛൻ പറമ്പിൽ നിന്ന് വെട്ടിയ 2 വലിയ തേങ്ങയും ഒരു വാഴക്കുലയും കാറിന്റെ ഡിക്കിയിൽ വെച്ചു. നാട്ടുനടപ്പനുസരിച്ചുള്ള സമ്മാനങ്ങൾ. ചേച്ചി ഇറങ്ങാൻ തയ്യാറായി വന്നു. മുഖം കഴുകി സാരി ഒന്നുകൂടി നേരെയാക്കി. അവളുടെ മുഖത്തൊരു നിഴൽ വീണിട്ടുണ്ട്. രാവിലെ കണ്ട ആ തിളക്കം ഇപ്പോഴില്ല. സ്വന്തം വീട് വിട്ടുപോകുന്നതിന്റെ, വീണ്ടും അപരിചിതമായൊരിടത്തേക്ക് പോകേണ്ടി വരുന്നതിന്റെ നേരിയ ഭയം ആ കണ്ണുകളിൽ ഉണ്ണി കണ്ടു. ഉമ്മറപ്പടിയിൽ വെച്ച് അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ചെല്ലുമ്പോൾ തന്നെ വിളിക്കണേ, കാര്യങ്ങളൊക്കെ നോക്കണേ, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അമ്മയുടെ തൊണ്ട ഇടറി.
വാക്കുകൾ മുറിഞ്ഞു. അച്ഛൻ അധികമൊന്നും മിണ്ടിയില്ല. സൂക്ഷിച്ചു പോണം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ആ കനത്ത മൗനത്തിന് 1000 വാക്കുകളുടെ അർത്ഥമുണ്ടായിരുന്നു. അച്ഛൻ തിരിഞ്ഞുനിന്ന് കണ്ണടയൂരി കണ്ണുകൾ തുടയ്ക്കുന്നത് ഉണ്ണി കണ്ടു. ഒടുവിൽ ചേച്ചി ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. അവൻ തൂണിൽ ചാരി നിർവികാരനായി നിൽക്കുകയായിരുന്നു. അവൾ അവന്റെ കൈകളിൽ പിടിച്ചു. ആ കൈകൾ തണുത്തിരുന്നു. ഉണ്ണി, അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണീർ അവന്റെ തോളിൽ വീണു നനഞ്ഞു. നന്നായി പഠിക്കണം, അമ്മയെയും അച്ഛനെയും നോക്കണം, എനിക്കിടയ്ക്ക് എഴുതണം. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. ഉണ്ണിയുടെ ഓർമ്മയിൽ പഴയൊരു ചിത്രം തെളിഞ്ഞു. പണ്ട് ഹോസ്റ്റലിലേക്ക് പോകാൻ ചേച്ചി ഇറങ്ങുമ്പോൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ച് കരയുന്ന ചേച്ചി, നീ പോണ്ട എന്ന് പറഞ്ഞു വണ്ടിക്ക് കുറുകെ കിടന്ന് ബഹളം വെക്കുന്ന ഉണ്ണി. ഇന്ന് ആരും കരയുന്നില്ല, ആരും വാശി പിടിക്കുന്നില്ല. എല്ലാവരും പക്വത എന്ന മുഖമുട്ട അണിഞ്ഞിരിക്കുന്നു. കരയാൻ പോലും കഴിയാത്തത്ര വലുതായി പോയിരിക്കുന്നു അവർ. അളിയൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. ചേച്ചി കണ്ണീർ തുടച്ചുകൊണ്ട് കാറിലേക്ക് നടന്നു. അവൾ പിൻസീറ്റിലല്ല, മുൻസീറ്റിൽ അളിയന്റെ ഒപ്പമാണ് കയറിയത്. ആ വാതിലടയുന്ന ശബ്ദം ടപ്പേ. അത് ഉണ്ണിയുടെ നെഞ്ചിലാണ് കൊണ്ടത്. ആ ശബ്ദത്തോടെ ഒരു വലിയ വേർപാട് പൂർണ്ണമാവുകയായിരുന്നു. ഇനി അവൾ തന്റേതല്ല. അവൾക്ക് സംരക്ഷണം നൽകേണ്ടത്, അവളോടൊപ്പം നടക്കേണ്ടത് ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മനുഷ്യനാണ്. തനിക്കിനി കൈവീശി കാണിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. ഗ്ലാസിനുള്ളിലൂടെ അവൾ കൈവീശുന്നത് ഉണ്ണി കണ്ടു. മങ്ങിയൊരു ചിരി ആ മുഖത്തുണ്ടായിരുന്നു. വേദനയൊളിപ്പിച്ച ചിരി. കാറിന്റെ ചുവന്ന ടെയിൽ ലാമ്പുകൾ വളവിലെ ഇരുട്ടിലേക്ക് മറയുന്നതുവരെ ഉണ്ണി ഗേറ്റിൽ പിടിച്ചു നിന്നു. ഒടുവിൽ ആ വെളിച്ചവും മാഞ്ഞപ്പോൾ ചുറ്റും കനത്ത ഇരുട്ടുമാത്രം ബാക്കിയായി. അവൻ വേച്ചുവേച്ച് ഗേറ്റടച്ചു. അതിന്റെ ഇരുമ്പ് സാക്ഷ വീഴുമ്പോഴുണ്ടായ ക്ലാങ് എന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. അത് വെറുമൊരു ഗേറ്റടയുന്ന ശബ്ദമായിരുന്നില്ല. തങ്ങളുടെ ലോകത്തിൽ നിന്ന് ചേച്ചി എന്നേക്കുമായി പുറത്തായി എന്ന യാഥാർത്ഥ്യത്തിന്റെ മുഴക്കമായിരുന്നു. അവൻ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. കുറച്ചു മുൻപുവരെ വെളിച്ചവും ചിരിയും നിറഞ്ഞുനിന്ന ഉമ്മറം ഇപ്പോൾ വിജനമാണ്. അച്ഛൻ ഉമ്മറത്തെ ചാരികസേരയിൽ കണ്ണുമടച്ചിരിപ്പാണ്. അമ്മ ഡൈനിങ് ടേബിളിലെ വിരിപ്പ് മടക്കുന്നു. ആരും പരസ്പരം മിണ്ടുന്നില്ല. എല്ലാവരും അവരവരുടെ സങ്കടത്തിന്റെ ദ്വീപുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ വീട്ടിലെ വായുവിൽ പോലും ചേച്ചിയുടെ സാന്നിധ്യത്തിന്റെ മണം തങ്ങി നിൽക്കുന്നുണ്ട്. അവളുടെ പെർഫ്യൂമിന്റെ, മുല്ലപ്പൂവിന്റെ, കലപില വർത്തമാനങ്ങളുടെ മണം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു നോവായി മാറുകയാണ്. ഉണ്ണി ആരോടും മിണ്ടാതെ മുകളിലേക്ക് കോണിപ്പടികൾ കയറി. ഓരോ പടിയും കയറുമ്പോഴും കാലുകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. അവൻ ചേച്ചിയുടെ മുറിയിലെത്തി. ഫാൻ കറങ്ങുന്നുണ്ട്. കർട്ടൻ കാറ്റിലിളകുന്നുണ്ട്. എല്ലാം പഴയതുപോലെ. പക്ഷേ കസേര ഒഴിഞ്ഞുകിടക്കുന്നു. ടീപ്പോയിൽ അവൾ കുടിച്ച ചായയുടെ പകുതി ഗ്ലാസ് ബാക്കിയുണ്ട്. ചുണ്ടു പതിഞ്ഞ പാട് അതിൽ മായാതെ കിടക്കുന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ജനലിനരികിൽ ചെന്നു നിന്നു. പുറത്ത് ചീവീടുകൾ കരയുന്നു. മുറിയിലെ ഇരുട്ടിൽ അവൻ സന്ധ്യാവിളക്ക് കൊളുത്തി. തിരുനാളം വിറച്ചു വിറച്ച് കത്തി. ആ ചെറിയ വെളിച്ചത്തിൽ ചേച്ചിയുടെ മുഖം അവന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ തെളിഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്ന് ആ ചോക്ലേറ്റ് എടുത്തു. കവറിനുള്ളിൽ അതല്പം ഉരുകിയിരുന്നു. ഒരു കഷ്ണം അടർത്തിയെടുത്ത് അവൻ വായിലിട്ടു. മധുരമാണ്, വല്ലാത്ത മധുരം. പക്ഷെ ആ മധുരത്തിനൊപ്പം ഉപ്പുകലർന്ന കണ്ണീരും അവന്റെ തൊണ്ടയിലേക്കിറങ്ങി. ഇതൊരവസാനത്തെ കണ്ണിയായിരുന്നു. പഴയ ചേച്ചിയും പുതിയ ഉണ്ണിയും തമ്മിലുള്ള കണ്ണി. ഇനി അവൾ വരുമ്പോൾ താൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കില്ല, വാശി പിടിക്കില്ല, എന്റെ ചേച്ചിയ എന്ന് പറഞ്ഞ് അവകാശപ്പെടില്ല. അവൾ വരും, ചിരിക്കും, വിശേഷങ്ങൾ പറയും. പിന്നെ സന്ധ്യയാകുമ്പോൾ തിരിച്ചുപോകും, ഒരു വിരുന്നുകാരിയെപ്പോലെ. മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അവന് വേദവാക്യം പോലെ തോന്നി. സ്നേഹമുള്ളവർക്കു വേണ്ടി ചെറുതാവുക, വിട്ടുകൊടുക്കുക. അതെ, താൻ ചെറുതാവുകയാണ്. തന്റെ സ്വാർത്ഥമായ സ്നേഹത്തെ, വാശികളെ വിട്ടുകൊടുക്കുകയാണ്. ചേച്ചിയുടെ സന്തോഷത്തിനു വേണ്ടി, അവളുടെ പുതിയ ജീവിതത്തിനു വേണ്ടി. ജനലിനു പുറത്ത് ആകാശത്ത് ഒറ്റപ്പെട്ട ഒരു നക്ഷത്രം തെളിഞ്ഞു. ഉണ്ണി കണ്ണുകൾ തുടച്ചു. അവൻ ആ ചോക്ലേറ്റ് കവർ മടക്കി തന്റെ പുസ്തകത്തിനുള്ളിൽ വച്ചു. ഒരു മയിൽപീലി പോലെ. നാളെ നേരം വെളുക്കും, ജീവിതം വീണ്ടും തുടങ്ങും. പക്ഷേ ഈ രാത്രി താനും തന്റെ ഓർമ്മകളും മാത്രം. ഉണ്ണി ജനൽപ്പാളികൾ മെല്ലെ ചാരി. അവന്റെ മനസ്സിപ്പോൾ ശാന്തമായിരുന്നു. ഒരു വലിയ കടൽക്ഷോഭത്തിനു ശേഷമുള്ള ശാന്തത.